നമ്മുടെ ചിക്കുവിനെ ഇന്നും ഡ്രസ്സിങ്ങിന് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ. പോകുമ്പോൾ പറയും വലിയ കാര്യത്തിൽ ഞാൻ കരയില്ല, ഞാൻ ധൈര്യമായിട്ടിരിക്കും, നോക്കിക്കോ എന്നൊക്കെ പറയട്ടാ. പക്ഷേ എങ്കിലും ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ വേഗം ചാടി ഒക്കത്ത് കയറിയിരിക്കും. ആദ്യത്തെ ദിവസം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് രാത്രിയായിരുന്നു, 9:30 ആയിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇവിടെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, സായി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ഡ്രസ്സിങ് ചെയ്യാൻ കൊണ്ടുപോകണമായിരുന്നു. അത് ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയി. പിന്നെ ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രസ്സിങ് ചെയ്യാനല്ലേ, അപ്പോൾ ഇതിന് ഇങ്ങോട്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഹെൽത്ത് സെൻ്ററിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് മുതൽ ഹെൽത്ത് സെൻ്ററിലാണ് പോയത്. 8 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് കഴിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നാളെ പോകണ്ട, മറ്റന്നാളും കൂടി കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് അതിന് പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് വൈകുന്നേരത്ത് എന്തായാലും ഡ്യൂട്ടിക്കും കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചിക്കു, ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങിയിരുന്നപ്പോഴാണ് ചിക്കുവിൻ്റെ കളി കണ്ടത്. ചിക്കു എന്ന് വെച്ചാൽ ഇത് നമ്മൾ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കില്ലേ, എന്താണ് ചോറും കറിയും ഒക്കെ വെക്കുന്നതിൽ ഇലകൾ തന്നെ കഷ്ണങ്ങൾ വെട്ടിയിട്ട് മുരിങ്ങക്കായും സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ, ഉപ്പേരിക്കുള്ള കഷ്ണങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത്. ഞങ്ങളൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ളതാണ് ആ കളി. അപ്പോൾ അതിൻ്റെ ചിക്കു അത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്കതൊന്ന് വീഡിയോ എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ തക്കുടുവിനെ ചോദിക്കുന്നുണ്ട്. തക്കുടു കുറേ ദിവസമായി പോയിട്ട് 2 ആഴ്ചനടുത്താവണം അവളെ കണ്ടിട്ട്. അവൾ വരുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്കിപ്പോൾ ആദ്യത്തെ പോലെ തക്കുടു പോയത് വിഷമം ഉണ്ടായി ചോദിച്ചാൽ എനിക്ക് കാണാത്തതിൻ്റെ വിഷമമുണ്ട്. പക്ഷെ തക്കുടു എവിടെയായാലും ജീവിച്ചിരിക്കട്ടെ, എൻ്റെ കൊച്ചു പോയതുപോലെ അല്ലല്ലോ പോയത് എന്നുള്ള ആ ഒരു സമാധാനത്തിൽ മാത്രമാണ് ഞാൻ തക്കുടുവിൻ്റെ കാര്യമൊന്നും പറയാത്തത്. പിന്നെ എൻ്റെ ലവ് ബേർഡ്സിനൊക്കെ കൂട് അടിച്ചു വിട്ടാൽ അന്നൊരു കുഞ്ഞി കിളിക്കൂട് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു കൂടിനുള്ളിൽ ആണോ ലവ് ബേർഡ്സിനെ വളർത്തുന്നത്. അന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. അത് മാത്രമല്ല, ലവ് ബേർഡ്സിനെ ഒരിക്കലും എനിക്ക് അടച്ചിട്ട് വളർത്താൻ ഇഷ്ടമല്ല കേട്ടോ. തുറന്നു വിട്ട് വളർത്തേണ്ട പക്ഷികളെയൊക്കെ തുറന്നു വിടണം തന്നെയാണ്. പക്ഷേ ഇതിനെ കാക്കകൾ കൊത്തി കൊല്ലും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ തുറന്നു വിടാത്തത്. അല്ലാതെ ഒരു പക്ഷികളെയും എനിക്ക് അടച്ചു വെച്ച് വളർത്താൻ ഇഷ്ടമല്ല. അങ്ങനെയാണ് നമ്മുടെ തക്കുട് പോയത് കേട്ടോ. അപ്പോൾ ഈ പണ്ടത്തെ കാരണവന്മാർ പറയില്ലേ, നമ്മളൊക്കെ കായ്ക്കാത്ത മരങ്ങളിനെയൊക്കെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ കായ്ക്കുന്നു. അന്ന് പോലെ ഞാനിപ്പോൾ ഈ ചക്കമരത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതൊന്നും കായ്ക്കണമില്ല, വെറുതെ എന്തിനാ വീട് മുറ്റത്ത് നിർത്തിയിട്ട് വെറും ചപ്പ് വീഴലും എപ്പോഴും ചപ്പ് നിറയിൽ മാത്രമാണ്, നമുക്കൊന്ന് വെട്ടിക്കളയാന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോണ്ട് ഇപ്പോൾ നല്ലോണം ചക്കകൾ ഓരോ ഭാഗത്തും മരത്തിൻ്റെ ഓരോ തടിയിലും ഓരോ ഇതിലും ചക്കകൾ നിറയെ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുക. അതിശയം തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ ചക്ക ഉണ്ടാകുമ്പോൾ ഓരോന്നും ഫോട്ടോസ് എടുത്തിട്ടും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്തതോടുക്കനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുപോയിട്ടാണ്. ആ കൊണ്ടുപോയ ആളുകളൊക്കെ ഇപ്പോഴും ചോദിക്കുകയാണ് ചക്കയുണ്ടോ, ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് തരണേന്ന്. നല്ല അടിപൊളി ചക്കകളാണ്, മധുര ചക്കയാണത്. എത്ര പഴുക്കും തോറും ടേസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഓർഡർ വരും എന്തായാലും.